ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ മന്ദാര ഫാമിലിക്ക് സ്വാഗതം. നമ്മളെ ചാലക്കുടി ശ്രീലക്ഷ്മി സ്വീറ്റ്സിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വമ്പിച്ച ഓഫേഴ്സൊക്കെ നടക്കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ കയറി നോക്കാമെന്ന് വെച്ചിട്ടും കൂടെ കയറിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞാനോട് ഇവിടെ മോനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കളക്ഷൻസൊക്കെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് ടോപ്പും പാൻറ്റും അടിപ്പാവടിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം കേട്ടോ. ഞാനും അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് കളക്ഷൻസൊക്കെ നോക്കിയിട്ടുണ്ടായിട്ടോ. എന്തായാലും അടുത്ത മാസം ഓണമല്ലേ, നമുക്ക് ഓണക്കോടിയൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ ഉണ്ടെങ്കിൽ നോക്കി വെക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഷോർട്ട്സ് ടോപ്പും പിന്നെ ജീൻസ് ലോങ് ടോപ്പ് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോർട്ട്സിലൊക്കെ നല്ല അടിപൊളി സംഭവങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേനോട് പറഞ്ഞിട്ട് എന്തായാലും അടുത്ത മാസം വന്നു. പിന്നെ ഈ ഒരു പാവയുടെ കളക്ഷൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചാളായി പാവയുടെ ഒരു പൂതിയിട്ടാ. എന്തായാലും പറ്റുകയാണെങ്കിൽ വാങ്ങിക്കണം. പിന്നെ ഷാളുകൾ ജീൻസൊക്കെ ഭയങ്കര വില കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ തിക്കും തിരക്കും അതേപോലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്ലെയിൻ സാരികൾ പുതപ്പുകളൊക്കെ റിഡക്ഷൻ്റെ ഉണ്ടായിട്ടോ. പിന്നെ ഞാൻ ബ്ലൗസുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ റെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത മാസം നമുക്ക് സെറ്റും സാരി കൊടുക്കണമെങ്കിൽ പറ്റിയ ബ്ലൗസാണ് കേട്ടോ അതൊക്കെ. പിന്നെ അമ്മയ്ക്ക് അടിപ്പാവടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുടുംബം വീട്ടിൽ നിന്ന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു വന്നാലും ചാലക്കുടി എത്തവൻ എന്തെങ്കിലും വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഷെയ്ക്കും പപ്സാണ് ഓർഡർ ചെയ്ത് വെച്ചിങ്ങനെ കേട്ടോ. ഞാനൊരു ചായയും പപ്സാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കൊറ്റപ്പുറത്തിലേക്കാണ് കയറിയത്. നമുക്ക് നാളെ ഒരു ഹൗസ് വാമിങ് ഉണ്ടല്ലോ, അതിന് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ടാണ് കയറിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ടായിട്ട് ഗിഫ്റ്റും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. ഇവിടെ നല്ലൊരു കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒരു 3-4 നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിമുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി കണ്ടപ്പോൾ പിന്നെ ഇതൊക്കെ എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. പിന്നെ ഉടുമോനോട് പറയാം നമുക്കും വീടൊക്കെ പണിയുമ്പോൾ ഇതേപോലത്തേക്ക് വാങ്ങിച്ച് വെക്കാന്ന് കേട്ടോ. പിന്നെ അവൻ എന്താ കപ്പും ചില്ലിൻ്റെ ഒക്കെ സാധനങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഹൗസ് വാമിങ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. ഈ ഇവിടുത്തെ പേര് ബൻസൂരി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു വെറൈറ്റി പേര് തന്നെയാണ് കേട്ടോ. വീടെന്നും പറയുന്നത് നല്ലൊരു അടിപൊളി നല്ലൊരു ഐശ്വര്യമുള്ള വീട് തന്നെയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ചേച്ചിയോട് ഞാൻ ചെന്ന് കണ്ടപ്പോൾ തന്നെ ചോദിച്ചതും പറഞ്ഞതും ഇത്രയേ ഉള്ളൂ. ചേച്ചിയുടെ സ്വപ്നം എന്തായാലും പൂവണിഞ്ഞിട്ടോന്ന്. അത് കേട്ടപ്പോൾ ചേച്ചി ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഉണ്ടായാലും മറ്റുള്ളവർക്ക് ഉണ്ടായാലും നമുക്കതൊരു സന്തോഷം തന്നെയാട്ടോ. ഞാനൊക്കെ അങ്ങനെ വിചാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. കാരണം ബന്ധുക്കളായാലും ഫ്രണ്ട്സായാലും ആരായാലും അവർക്ക് വീടുണ്ടാവണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് അത്യാവശ്യം വീട് തന്നെയാണല്ലോ. അപ്പോൾ എന്നായാലും നമുക്കും ഒരു വീടൊക്കെ ഇതേപോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനും ഉടനോട് പറയുകയാണ് നമുക്ക് എന്ന് ഇതേപോലെ ഒരു വീട് വയ്ക്കാൻ പറ്റുമെന്നൊക്കെ കേട്ടോ. കിടുമോനാണെങ്കിൽ മേലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് അമ്മ നമുക്ക് കോണി വീട് പണിയണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനോട് നമുക്ക് പണിയാന്നൊക്കെ പറഞ്ഞ് അവന് ഫുള്ള് ഞാൻ കാണിച്ചു. 2 പേര് ഞാൻ ഫുള്ളും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിട്ട് വീടിൻ്റെ സൈഡും ചുറ്റുമൊക്കെ. അവർക്ക് 2 പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലാണ് അവർ പറയണത് ഇങ്ങനെ പണിയണമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമ്മുടെ പണിയുടെ സമയമാകുമ്പോൾ ഈ മോഡലൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിടുമോൻ എന്തായാലും ഒരു 5ാം ക്ലാസ് എത്തുമ്പോഴേക്ക് കിടുമോൻ വീട് പണിയെന്നാണ് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ എന്തായാലും സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അപ്പുറത്ത് വീട്ടിൽ ഊഞ്ഞാലാടായിരുന്നുണ്ടായിട്ടോ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേ. പിന്നെ ഫുഡ് നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അടിപൊളി ചിക്കൻ ബിരിയാണി തന്നെ ആയിരുന്നിട്ട് ഒന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡുഡുമോന് കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു. അവന് ഐസ്ക്രീം മതി ചിക്കൻ ബിരിയാണി വേണ്ടാന്നും പറഞ്ഞ് പിന്നെ ഞാൻ തീറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം ഒരു വട്ടേ വാങ്ങിച്ചില്ല കേട്ടോ, അവന് ശ്വാസം മുട്ടുള്ളത് കൊണ്ട് തന്നെ. പിന്നെ കിടുമോ 2-3 തവണയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 പ്രാവശ്യം എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമുക്കൊരു അടിപൊളി ദിവസം തന്നെ പറയാം. നമ്മുടെ കൂട്ടുകാരിയുടെ സ്വപ്നം പൂവണിഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഇതേപോലെ നിറവേറ്റാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.